ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ഒരു സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ്. സൺഡേ ആയതുകൊണ്ട് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോഴാണ് ഇവിടെ അടുത്തൊരു ഫൺ ഫെയർ നടക്കുന്ന കാര്യം അറിഞ്ഞത്. നേരെ അവിടേക്ക് വിട്ടു. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളിത് നിരയായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയും കാറ് വെക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവിടെയാകുമ്പോൾ സ്ഥലമുണ്ടാവും. സാധാരണ പാർക്കിംഗ് ഏരിയയിലാണ് റഷായിട്ടുണ്ടാവും. ഇവിടെ നേരെ തിരിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറത്ത് വെക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകാനൊക്കെ സൗകര്യം. എന്താ അല്ലേ. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. എല്ലാവരും വന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് കരുതി ഞങ്ങൾ പുറത്ത് നിൽക്കുമായിരുന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വൻ ക്യൂ ആണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എല്ലാവരും വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാമെന്ന് കരുതി. ഇതിന് മുന്നിൽ തന്നെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. നല്ല ലൈറ്റ്സ് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് കുതിരസവാരി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ചെറിയ മക്കളാണ് കേട്ടോ കുതിരസവാരി ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗുഹ സെറ്റപ്പായിരുന്നു അവിടെ ഉണ്ടായേ. ഗുഹ സെറ്റപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല അടിപൊളിയായിരുന്നു. അതിൽ കൂടി നടക്കാൻ തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ നടന്ന് അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ ഒരു കോമഡി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ അവതാർ മൂവിയിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചാടി വീണപ്പം തന്നെ ഞാൻ പേടിച്ച് ഒരു വകയായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകം പറയാതിരിക്കാൻ വലിയ അടിപൊളി സെറ്റപ്പാണ്. നമ്മുടെ അവതാർ മൂവിയിലൊക്കെ ഉള്ള പോലെ ഒരു സെറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ഫുള്ള് കളർഫുൾ ലൈറ്റ്സാണ് എല്ലായിടത്തും. നമ്മൾ ഫ്ലവേഴ്സിലായാലും ഇങ്ങനെ ഓരോ പ്ലാന്റ്സൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ കളർഫുൾ ലൈറ്റ്സ് കൊടുക്കുമ്പോൾ പ്രത്യേക തരം ഒരു ഭംഗി. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ പോണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മലമുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴേക്ക് വീഴുന്നതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലും ലൈറ്റ്സ് എഫക്ട്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഫുൾ കളർഫുൾ ലൈറ്റ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഇവിടെ അടിപൊളിയായിട്ട് തോന്നിയത് മരം സെറ്റ് ചെയ്ത് വെച്ചതാണ്. മരത്തിൽ അവർ ചില്ലകൾ എന്തോ നൂല് കൊണ്ടാണെന്ന് തോന്നുന്നു, കളർഫുൾ നൂല് കൊണ്ടും കളർഫുൾ ലൈറ്റ് കൊണ്ടൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേരിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല, നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി.
ഈ അവതാറിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, 2-3 പെൺകുട്ടികൾ ഈ ഒരു ഡ്രസ്സപ്പ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഗൈസ് പേടിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. പിന്നെ അതിന് പുറത്ത് ഒരുപാട് കടകളുണ്ടായിരുന്നു. ഞാൻ നോക്കിയത് ഫാൻസി കടയാണ്. 10 മുതൽ 150 രൂപ വരെയുള്ള ഫാൻസി ഐറ്റംസൊക്കെ നമുക്കവിടെ കിട്ടും. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് പോയി. നമ്മൾ റൈഡ്സൊക്കെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയി. ഒരുപാട് ഇഷ്ടമാണ് റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പേടിയാണ്, എന്നാലും ഇഷ്ടവുമാണ്. ഇങ്ങനെ റൈഡ്സ് കാണുമ്പോൾ എല്ലാത്തിലും കയറി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എക്സെപ്റ്റ് നമ്മുടെ തല കുത്തനെയൊക്കെ നിൽക്കുന്നൊരു റൈഡ് ഉണ്ടല്ലോ, ഇങ്ങനെ അതിലും ഇഷ്ടമല്ല. ആകാശത്തൊട്ടിൽ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിലും പേടിയാണ്. ആ 2 ഒഴിച്ച് ബാക്കി എല്ലാ റൈഡ്സിലും കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ആകാശത്തോണിയിൽ നമ്മൾ അധികം കയറുന്നതായതുകൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ കയറാത്തൊരു റൈഡായിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ടൊറ എന്നങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടൊറയിൽ കയറണം എന്ന് എനിക്കൊരാഗ്രഹം. ആ ഏട്ടനെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്ക് കയറാമെന്ന്. ഏട്ടന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുവിധം ഏട്ടനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ച് ഈ ടൊറയിൽ കയറാമെന്ന്. നമ്മളെന്നിട്ട് സൈഡിലുള്ള സ്വീറ്റ് കോൺ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒരു കപ്പ് സ്വീറ്റ് കോൺ മേടിച്ച് കഴിച്ചു. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നുണ്ടായില്ല, ആദ്യം അപ്പൂനെയും. അവർ 2 പേരും ഈ കാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് 2 അതിൽ നിന്ന് ഇറങ്ങാനുള്ള മോഹമേ ഉണ്ടായിരുന്നില്ല, താഴെ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഫൈനലി ഞങ്ങൾ കയറി ടൊറയിൽ അങ്ങനെ കയറി. ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സ്മൂത്തായിട്ട് പോയി. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്തു. ഇങ്ങനെ ഒരു സൈഡ് മേലേക്കും ഒരു സൈഡ് താഴേക്കുമാണ് പോകുന്നത്. മേലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ താഴേക്ക് പോകുമ്പോൾ ഞാൻ ഈ അറ്റത്തും കൂടെ ആയതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. സ്പീഡും ഉണ്ടല്ലോ, ഇങ്ങനെ ചെരിഞ്ഞ അടിയിലേക്ക് പോകുന്ന പോലെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ മടുത്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയാലോ വരെ ആലോചിച്ചു. കാരണം മേലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, താഴേക്ക് പോകുമ്പോൾ സൈഡ് ചെരിയുന്ന പോലെ ഒരു പ്രതീതി എനിക്കുണ്ടായിരുന്നു. ബട്ട് എന്ത് ചെയ്യാൻ, അതിന് തുള്ളി ചാടി പോകാൻ പറ്റില്ലല്ലോ. ലാസ്റ്റോട്ടായപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ ഞാൻ പരമാവധി ക്യാമറയിൽ നിന്ന് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ റൈഡ് കയറി തളർന്നു ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി വീണ്ടും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.